ജോബേട്ട സിനിമകളിൽ പാടിയ പാട്ടിൻ്റെ എണ്ണം കുറവാണെങ്കിലും സ്വയം ഒരു നല്ല പ്ലേ ബാക്ക് സിംഗർ അല്ല എന്നിടയ്ക്ക് തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ചെറിയ പോർഷൻസ് പാടിയിട്ട് വലിയ ഹിറ്റ് അടിക്കുക എന്നുള്ളൊരു ഭയങ്കര ഭാഗ്യമോ അങ്ങനെ എന്തോ ഒരു സാധനം ജോബേട്ടനുണ്ട്. മറ്റേ അയാൾ ഞാനല്ല സിനിമയില് അതൊരു ഗംഭീര ഹൂക്ക് പോർഷനാണ്. അതുപോലെ ഇന്നലകളെ തിരികെ വരുമോ, ഇപ്പൊ ഇങ്ങനത്തെ ഹൂക്ക് പോർഷൻസ് ചേട്ടന് കിട്ടുന്നുണ്ട്. മാണിക്യച്ചിറകളിൽ വരുന്നുണ്ട്, ഓ മാരിയ, മറ്റേ ഗോളിലെ പാട്ട്, ഇതെല്ലാം വരുന്നുണ്ടല്ലോ. അപ്പം ജോബിന്റെ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഈ ഒരു യുണീക്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ അങ്ങനെ ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുത്ത് തന്നെ പോകുന്നതാണോ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ കണക്ക് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതൊരു മാനദണ്ഡം സ്ട്രോങ് ആയിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിനൊരു ഒരു ഒരു സത്യസന്ധത എവിടെയെങ്കിലുമൊക്കെ പ്രേക്ഷകർ ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. മറ്റേ പറ്റാത്തൊരു പാട്ട് പാടിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ കഴിവുകൾക്ക് അപ്പുറത്തുള്ളൊരു സാധനം നമുക്ക് അറിയില്ല. ഇതൊന്നും പ്ലാൻഡ് അല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കലാകാരൻ്റെയും കാര്യത്തിൽ അത് ഒരു പരിധിവരെ പ്ലാൻഡ് അല്ല. അത് ഇറ്റ് വിൽ ഹാപ്പൻ. ചിലത് ഭയങ്കര പ്ലാനൊക്കെ ചെയ്ത് കഴിഞ്ഞ സാധനങ്ങൾ, സംഭവങ്ങൾ ചിലപ്പോൾ ആരും കേൾക്കാതെയും പോകുന്ന സംഭവങ്ങളും ഇല്ലേ. ഇതൊക്കെ ഒരു എവിടെന്നോ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ഭാഗമാണത്. നമുക്ക് കിട്ടുന്ന ഒരു എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നുമില്ല. ഇതുവരെ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ലക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ലക്ക് നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഒത്തിരി ഘടകങ്ങൾ ചേർന്നതായിരിക്കാം. ചിലപ്പോൾ കുറച്ച് ഒരു എന്താ പറയുക ദൈവാനുഗ്രഹം നമുക്ക് പറയാം, വിശ്വാസമുള്ളവർക്ക് അങ്ങനെ പറയാം, ഇല്ലാത്തവർക്ക് ഗുരുത്വം എന്ന് വേണേൽ പറയാം. ചിലർക്ക് പറയാം നമ്മുടെ ടൈം, ഒരു എല്ലാ നമ്മൾക്ക് എന്താ പറയുക നമ്മുടെ കയ്യിലില്ല അതിൻ്റെ ഉത്തരം ഒന്നും. അങ്ങനെ എന്തായാലും ഒരു സം പവർ വിച്ച് ഈസ് കൺട്രോളിങ് ദ ഹോൾ യൂണിവേഴ്സ്. അത് ഓരോ വിശ്വാസങ്ങൾ എന്ത് വേണേ കാണാം. അപ്പം അതിൻ്റെ റിസൾട്ടായിരിക്കാം നമുക്ക് തൽക്കാലം ഏതായാലും ഇങ്ങനത്തെ ലോട്ടറികൾ അടിക്കാറുണ്ട് എന്നുള്ളതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട്. പിന്നെ എഫേർട്ട് ഇസ് സംതിങ് വിച്ച് ഐ ബിലീവ്. അത് എന്തോ ഒരു മാജിക്, നമ്മൾ ഇടുന്ന ശ്രമത്തിന്, സത്യസന്ധമായ ഒരു അറ്റംപ്റ്റിന് ഒരു മാർക്ക് മുകളിലത്തെ ഈ ശക്തിക്ക് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രാക്ടീസൊക്കെ ഉഴപ്പുന്ന ചില സമയങ്ങളുണ്ട്. നമ്മുടെ മൂഡ് ശരിയാ, അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒരു പണിയില്ലാതെ ചിലപ്പോൾ നോക്കിയിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ വളരെ റൊട്ടീനൊക്കെ കറക്റ്റാക്കി വൃത്തിയായിട്ട് സോൾഫുൾ ചെയ്യുമ്പോഴേക്കും ആയിരിക്കും കോളുകളുടെ പൂരം. അയ്യോ ഒരു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വേണം, അങ്ങനെ ഒരു ഇത് വേണം. ഞാൻ ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഗോൾ സിനിമയിലെ ഓ മാരിയ പാട്ടിലെ ഒരു സീരിയലിൽ ചേട്ടനുണ്ടല്ലോ. ആക്ച്വലി എന്തുകൊണ്ടല്ലേ കൂടുതൽ ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലും പോവാത്ത എന്തുകൊണ്ടാ? അയ്യോ അന്ന് അതോടുകൂടി ഞാൻ മനസ്സിലാക്കിയതാണ് ഇത്. ഞാൻ ഈ വിഷ്വൽസിൽ വരുന്ന പരിപാടി ഞാൻ നിർത്തും എന്ന് വെച്ചാൽ വേറൊരു കൊറിയോഗ്രാഫ്ഡ് ആയിട്ടോ. അപ്പോൾ എൻ്റെ മ്യൂസിക് വീഡിയോസിൽ നമ്മൾ വരുന്നത് അത് പിന്നെ പാടുന്നതായിട്ടോ ഒക്കെ ആണല്ലോ. അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് എന്താ ഇപ്പം വണ്ടി ഓടിക്കുന്നതാണ് കുഴപ്പമില്ല. നമുക്കല്ലാതെ കൊറിയോഗ്രാഫ്ഡ് ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ലെന്ന് അന്ന് ഞാൻ തീരുമാനിച്ച പരിപാടിയാണ്. അന്ന് പിന്നെ അങ്ങനെ ഒരു സീനിയേഴ്സ് ഒത്തിരി പേര് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കിയ സംഭവമാണ്. പക്ഷെ നടന്നില്ല. പിന്നെ ഓർഫ് ഞാനത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിനെ എടുത്തിട്ടുള്ളത്. എന്താ ചെയ്യരുതെന്ന് നമ്മൾ പഠിച്ചില്ലേ.